Subscribe to Neurons channel to get new videos quickly. ഇനി ബൈബിളിൽ ലേവ്യരുടെ പുസ്തകത്തിൽ നിങ്ങൾക്കിടയിൽ അന്ധൻ, കേൾവിയില്ലാത്തവൻ, അംഗഭംഗം സംഭവിച്ചവൻ എന്നിവർ വലിയ പീഠത്തിന് അരികെ വരരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരെ കൃത്യമായി വിശേഷിപ്പിക്കുന്ന ഈ ഭാഗം ജനങ്ങൾ വായിക്കാത്തതാണോ, അതോ വായിച്ചിട്ടും കാര്യമാക്കാത്തതാണോ, അതോ ന്യായീകരണ എംപ്ലോയീസിന്റെ കയ്യിൽ അത് ദാസൻ അല്ല വിജയനാണ് എന്ന മട്ടിലുള്ള ന്യായീകരണം ഉള്ളത് കൊണ്ടാണോ? ക്വസ്റ്റ്യൻ ടു രവിചന്ദ്രൻ സാർ. ഈ ബൈബിൾ ഞാനിതൊക്കെ ഇനി എടുക്കാനിരിക്കുന്ന ഭാഗങ്ങളാണിത്. ഈ ഭിന്നശേഷിക്കാരോട്, സ്ത്രീകളോടൊക്കെ എന്താണ് ബൈബിളിൻ്റെ സമീപനം എന്നുള്ള ഒരു പരിപാടി വരാനുണ്ട്. പക്ഷെ അതിനകത്ത് പ്രധാന ഒരു കാര്യമാണ്, അംഗവൈകല്യം സംഭവിച്ചവർ, വിരൂപരായവർ, വിക്കുള്ളവർ, മുച്ചുണ്ടുള്ളവർ, ചൊറിയുള്ളവർ, വലിവുള്ളവർ, കുള്ളന്മാർ, ഈ എന്തൊക്കെ പ്രശ്നം മനുഷ്യർക്കുണ്ടോ ആ ഒരു മനുഷ്യനും പുരോഹിതനാവാൻ പാടില്ല, ബലിയർപ്പിക്കുന്നിടത്ത് വരാൻ പാടില്ല. അവരെ ഒന്നും കാണുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം ദൈവം എല്ലാം സൃഷ്ടിച്ചവനാണ്. എല്ലാവരെയും സൃഷ്ടിച്ചിട്ട് പുള്ളിക്ക് ഇവരെ ഒന്നും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്ക് പല കാര്യങ്ങളും ഇഷ്ടമല്ല. ഇത് വളരെ റേഷ്യൽ മാത്രമല്ല. ഇപ്പോൾ നമ്മളെ ഒരു ചങ്ങാതി ഡിസ്ലെക്സിക് ആയിട്ടുള്ള കുട്ടികളെ തൻ്റെ രാഷ്ട്രീയ പ്രതിയോഗിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വളരെ പരിഹാസ്യമായ, ഹീനമായ ഒരു തമാശ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ജനത എന്ന നിലയിൽ ഇത്തരം വ്യക്തികളെ നമ്മൾ അർഹിക്കുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടാണ് ഈ അള്ളാഹു അല്ലെങ്കിൽ യഹോവ, എല്ലാം ഒന്നാണെന്നല്ലോ, യുവർ ഗോഡ് ആൻഡ് മൈ ഗോഡ് ഈസ് വൺ ഗോഡ് എന്ന് പറയുന്നത്. ഈ നല്ല മൊഞ്ചുള്ള ആളുകളെ മാത്രമേ പുരോഹിതരാവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? രോഗമുള്ളവർ പോകാൻ പാടില്ല. ഈ കണ്ണുണ്ടല്ലോ, എന്താ പറയുന്നത്, എന്തൊരു കോങ്കണ്ണുള്ളവർ പാടില്ല. കയ്യും കാലും ഇല്ലാത്തവർ, അംഗഹീനരായവർ, എത്ര ഇതൊക്കെ ദൈവമാണ് എന്ന് വിശ്വസിക്കാനും കുറേ ആളുകൾ ഉള്ളിടത്തോളം കാലം ദൈവത്തിലൊക്കെ പറയുന്നത് മെഴ്സിഫുൾ, എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ, അങ്ങേയറ്റം ദയാശാലു, ഇത് പരമകാരുണ്യവാൻ, കാരുണ്യവാരിധി, കരുണാനിധി, ജയലളിത, പട്ടാളി മക്കൾ, കച്ചി, ഇതെല്ലാമാണ് ദൈവം. പക്ഷേ ദൈവത്തിന് ഇത്രയും ആളുകളെ ഒന്നും ഇഷ്ടമല്ല, വരരുതെന്ന് കൃത്യമായി ബൈബിളിൽ പറയുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴും ഏതാണ്ട് അവർ അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരുപക്ഷെ എന്തുകൊണ്ട് ഈ പുരോഹിതന്മാരൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിരിക്കുന്നതിൻ്റെ കാരണം ഇതാണോന്നും എനിക്കറിയില്ല, അല്ലേ? അവർ കുറേ രോഗശാന്തി അത്ഭുതങ്ങൾ നടത്തുന്ന ആളുകൾ കാഴ്ചക്കുറവ് മൂലം കണ്ണട ഉപയോഗിക്കുന്നവരും വെള്ളപ്പാണ്ടുള്ളവരും ആകുന്നത് എന്തൊരു ദ്രാവിഡാണ്. സ്വയം ചികിത്സ സാധ്യമല്ലേ സാർ? ഞാൻ ചെന്നൈയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. മിക്കവാറും ആളുകൾ ഈ ദിവ്യ ചികിത്സ നടത്തുന്ന എല്ലാവരും അവർ പരാജയപ്പെടുന്നത് സ്വന്തം രോഗങ്ങളുടെ കാര്യത്തിലാണ്. ഒരുപക്ഷെ അവർക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടിയിട്ടുണ്ടാവില്ല. വെള്ളപ്പാണ്ട് പിടിച്ച ആൾ വെള്ളപ്പാണ്ട് ഒഴികെയുള്ള എല്ലാം ചികിത്സിച്ച് കൊടുക്കാറുണ്ട്. ഈ ഹൃദ്രോഗം വരെ ചികിത്സിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ബൈപ്പാസുകൾ കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ സമയമുണ്ടാവില്ല. ഈവൻ ബെനഡിക്റ്റ് എന്ന് പറയുന്ന മാർപ്പാപ്പ തൻ്റെ ഓഫീസിൽ നിന്ന് ഒഴിഞ്ഞത് അനാരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യക്കുറവ് കൊണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ള മാർപ്പാപ്പ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം അറിയുന്നുണ്ടാവില്ല ഇവിടെ പലരും രോഗം നുള്ളിയെടുക്കുന്നതും പാണ്ടൊഴിച്ച് ബാക്കിയെല്ലാം ചികിത്സിച്ച് കൊടുക്കുന്നതും ഇവിടെ ക്യാൻസർ ചികിത്സിക്കുന്നതൊന്നും ഒരുപക്ഷെ ഈ മാർപ്പാപ്പ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതായിരിക്കും അദ്ദേഹം അനാരോഗ്യം കാരണം റിട്ടയർ ചെയ്തത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദ്രാവിഡാണോ എന്ന് ചോദിച്ചാൽ ദ്രാവിഡല്ല. ഇത് ശരിക്കും അതിനേക്കാൾ കുറഞ്ഞ പണ്ട് ഒരു അംശുമാൻ ഗേക്വാദ് എന്ന് പറഞ്ഞൊരു താരം ഉണ്ടായിരുന്നു. അംശുമാൻ ഗേക്വാദ് എന്നൊക്കെ അറിയാമെന്നറിയില്ല. മരണക്കൊട്ടാണ്. ഒരു ദിവസം പോലും പുള്ളി നിന്ന് കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ ഓർമ്മയുണ്ട്, പുള്ളി രാവിലെ ഗവാസ്കറുമായിട്ടോ ആരാണ്ടുമായിട്ട് ബാറ്റ് ചെയ്യാൻ കയറിയിട്ട് വൈകുന്നേരം 90 ഓവറും കഴിഞ്ഞിട്ട് 82 നോട്ട് ഔട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദ്രാവിഡല്ല, ഗേക്വാദാണത്.